വെളിപാട് പുസ്തകത്തിലും പുതിയ നിയമത്തിലുടനീളം പറയുന്ന മറ്റു കാര്യങ്ങളുമൊക്കെ AD 70 സംഭവിച്ചോ എന്ന് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് നോക്കാം. അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ. യോഹന്നാൻ സ്നാപകൻ തന്റെ പ്രീച്ചിങ് ആരംഭിക്കുന്നത് തന്നെ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞാണ്. കൂടാതെ ആ തലമുറയോട് പറഞ്ഞത് വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാരെ. അപ്പം ആ ഒരു തലമുറയിൽ തന്നെ വരാനുള്ള ഒരു കാര്യങ്ങളെ കുറിച്ചാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്. സ്വർഗരാജ്യം വരുന്നതിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ആ ഒരു തലമുറയിലേക്ക് ജഡ്ജ്മെന്റ് വരുന്നതിനെ കുറിച്ചും. നമുക്കറിയാം, പുതിയ നിയമത്തിൽ കർത്താവ് തന്നെ ജെറുസലേമിനെ വിളിക്കുന്നത് പ്രവാചകന്മാരെ കൊന്ന നഗരമേ എന്നാണ്. പിന്നെ യഥാർത്ഥത്തിൽ റെവലേഷൻ വെളിപാട് പുസ്തകം എഴുതപ്പെടുന്നത് AD 70 മുമ്പാണ്. എന്നാൽ വിക്കിപീഡിയയിൽ പല ഭാഗത്തും AD 95 അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും, അതായത് ഉടനെ സംഭവിക്കാനുള്ളത് എന്ന് പറഞ്ഞാണ് വെളിപാട് പുസ്തകം തുടങ്ങുന്നത്. അതോടൊപ്പം തന്നെ വെളിപാട് പുസ്തകം അവസാനിക്കുന്നത് ഇതാ ഞാൻ വേഗം വരുന്നു എന്ന വാക്യം കൊണ്ടാണ്. അപ്പൊ നമുക്ക് മനസ്സിലാകും, തീർച്ചയായിട്ടും AD 70 ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ്, അതായത് ആ തലമുറയിൽ നടക്കേണ്ട കാര്യങ്ങളാണ് വെളിപാട് പുസ്തകത്തിന്റെ 19-ാമത്തെ അധ്യായം വരെ നടന്നത്. വെളിപാട് പുസ്തകം 20-ാം അധ്യായം വായിച്ചാൽ 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവ് ഭൂമിയെ ഭരിക്കുമ്പോൾ സാത്താനെ 1000 വർഷത്തേക്ക് ചങ്ങലക്കിടുന്നുണ്ട് പാരലായിട്ട്. 1000 വർഷം കഴിഞ്ഞ് സാത്താനെ ചങ്ങലയിൽ നിന്ന് അഴിച്ചുവിടുന്നുണ്ട്. അതായത് ലോകത്തെ മൊത്തം തെറ്റിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് വെളിപാട് പുസ്തകം പറഞ്ഞതുപോലെ തന്നെ AD 70 തന്റെ രാജ്യം തുടങ്ങി ദൈവം, അത് കഴിഞ്ഞിട്ട് 1000 ആണ്ട് ദൈവം വാണു, അത് കഴിഞ്ഞിട്ട് സാത്താനെ അല്പകാലത്തേക്ക് അഴിച്ചു വിട്ടു. ഈ സാത്താൻ ചെയ്തത് നമുക്കുണ്ടായിരുന്ന ടൈം ലൈനും അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്നുള്ളതിന്റെ പഴയ ഹിസ്റ്ററികളൊക്കെ കുറേയേറെ നശിപ്പിക്കാൻ അതിന് സാധിച്ചു. 18th സെഞ്ചുറിയിൽ ദ ഗ്രേറ്റ് റീസെറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായി. പലപ്പോഴും നമുക്കതൊന്നും അറിയില്ല എന്നുള്ളതാണ് പ്രശ്നം. അതായത് ഇവിടെ ജയൻസിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നു. കൂടാതെ വലിയ വലിയ കെട്ടിടങ്ങളും അല്ലെങ്കിൽ ഒറ്റക്കല്ലിൽ തീർത്ത വലിയ ക്ഷേത്രങ്ങളും ഇന്ത്യയിലും, വലിയ 100 മീറ്റർ ഹൈറ്റുള്ള അല്ലെങ്കിൽ 100 അടി ഹൈറ്റിൽ മുകളിലുള്ള വലിയ കത്തീഡ്രലുകൾ യൂറോപ്പിലും, ഇതൊന്നും ജസ്റ്റ് കാളയും കുതിരയും കൊണ്ട് ഉണ്ടാക്കിയതല്ല. അതായത് സാത്താൻ മനുഷ്യരെ തെറ്റിക്കാതിരുന്നപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ജീവിച്ചിരുന്ന ഒരു സിവിലൈസേഷൻ ഭൂമിയിൽ ഉടനീളം ഉണ്ടായിരുന്നു. എന്നാൽ 18th സെഞ്ചുറി അല്ലെങ്കിൽ അതിനു മുമ്പ് ഇസ്ലാമിക് ഇൻവെൻഷനും അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് ഇതൊക്കെ ഈ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഈ സാത്താൻ ഈ ലോകം മുഴുവൻ ഉണ്ടായിരുന്ന ഈ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റിനെ എല്ലാം തകർക്കാൻ വേണ്ടി ആ ഒരു സമയത്ത് നടത്തിയ ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതിൽ കൂടി അതുവരെ ഉണ്ടായിരുന്ന ഡെവലപ്മെന്റുകളെല്ലാം കുറച്ചിട്ട് 1800 ശേഷമാണ് ഭൂമിയിൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് എന്ന് നമ്മളെ കാണിക്കുന്ന രീതിയിൽ പറ്റിച്ചു. അപ്പൊ നമുക്കറിയാം, ഭൂലോകത്തെ മുഴുവൻ തെറ്റിക്കാൻ സാത്താൻ അറിയാമെന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി വചനങ്ങളിൽ കൂടി നമുക്കൊന്ന് പോയി നോക്കാം. അപ്പൊ നമുക്കറിയാം, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. ഇത് ഇസ്രായേലിന് വരാനിരിക്കുന്ന ജഡ്ജ്മെന്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ തലമുറയിൽ തന്നെ കാണാനിരിക്കുന്ന ഒരു ന്യായവിധിയെ കുറിച്ചായിരുന്നു പറഞ്ഞിരിക്കുന്നത്. കൂടാതെ മത്തായി എഴുതിയ സുവിശേഷം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, കർത്താവിന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പയക്കും, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും. എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ, മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നമുക്ക് ആലോചിക്കണം, മശീഹ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞിട്ട്, അതായത് കർത്താവ് തിരിച്ചു വരുന്നതിനുള്ളിൽ ഇവരെ ഇസ്രായേൽ പട്ടണം പോലും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ ആ ഒരു അകത്തുള്ള പട്ടണം പോലും കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ വരും, അല്ലെങ്കിൽ വളരെ ഇമിനന്റ് ആയിട്ടാണ് കർത്താവിന് തിരികെ വരവെന്ന് ഇതിൽ കൂടുതൽ തെളിവ് വേണ്ട. കാരണം കർത്താവ് സത്യമായിട്ട് പറയുന്നു എന്നാണ് പറയുന്നത്. അതായത് ഭാവിയിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ എത്രയോ 1000 വർഷങ്ങൾക്ക് ശേഷം മഹോദരവ കാലത്താണ് ഇത് സംഭവിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇത് ആ തലമുറയോട് സത്യമായിട്ടും എന്ന് പറഞ്ഞ് കർത്താവിന് പറയേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ആ തലമുറയിൽ തന്നെ AD 70 തന്നെ കർത്താവ് വന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥമാക്കുന്നത്. കൂടാതെ മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തർക്കും അവനവന്റെ പ്രതിഫലം തക്കവണ്ണം, പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം നൽകും, അല്ലെങ്കിൽ പകരം നൽകും. മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതൊക്കെ ആ ഒരു കൂടി നിൽക്കുന്ന ഗ്രൂപ്പിനോടാണ് പറയുന്നത്. അതായത് യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗ്രൂപ്പിനോട് പറയുകയാണ്, തിരിച്ചു വരുന്നത് നിങ്ങളെല്ലാവരും, അല്ലെങ്കിൽ നിങ്ങളിൽ പലരും കാണും എന്ന് ഉറപ്പ് കൊടുക്കുകയാണ്. സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന്. അപ്പം 2000 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഒരു സെക്കൻഡ് കമ്മിങ്, അല്ലെങ്കിൽ കാലങ്ങൾക്ക് ശേഷമാണ് സെക്കൻഡ് കമ്മിങ് എങ്കിൽ ഇങ്ങനെ ഒരു വാഗ്ദാനം അല്ലെങ്കിൽ ഒരു ഉറപ്പ് ദൈവം കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മനസ്സിലാക്കാം, AD 70 തന്നെ കർത്താവിന് തിരികെ വരവ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ തെളിവ് നോക്കിയാൽ കാണത്തില്ല. എന്തുകൊണ്ട് വിക്കിപീഡിയയിൽ അല്ലെങ്കിൽ ഇതിലൊന്നും നോക്കിയിട്ട് കാണുന്നില്ല, 2 സാക്ഷികൾ എന്ത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകാം. പക്ഷെ നമ്മൾ അറിയേണ്ടത്, ഇന്നത്തെ വേൾഡിനെ കൺട്രോൾ ചെയ്യുന്നതെല്ലാം സാത്താനും അല്ലെങ്കിൽ അവന്റെ ടീംസുമാണ്. അപ്പം ഇത്തരത്തിലുള്ള ഡേറ്റാസ് ഒക്കെ മറച്ചു വെക്കേണ്ടത്, അല്ലെങ്കിൽ ചരിത്രം മൊത്തം മൂടി വെക്കേണ്ടതും ഒക്കെ സാത്താന്റെ ആവശ്യകതയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ പോയി സിമ്പിളായിട്ട് സെർച്ച് ചെയ്താൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്നത് തന്നെ തെറ്റാണ്. ഇവിടെ പിന്നെ നമുക്ക് കാണാം, ഈ തലമുറ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആ തലമുറയെ കുറിച്ചാണ് പറയുന്നത്. പിതാവിന്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ, ഇതെല്ലാം ആ ഒരു തലമുറയെ കുറിച്ച് ഒരു ഇമിനന്റ് ആയിട്ടുള്ള വരവിനെ പറ്റി പറയുകയാണ്. ഇത് തന്നെ, അതായത് തന്റെ വരവോളം മരണം കാണാത്ത പലരും ആ ഗ്രൂപ്പിൽ ഉണ്ടെന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുവെന്ന് മത്തായി, മർക്കോസും ഒക്കെ ഉറപ്പ് പറഞ്ഞേക്കാണ്, അല്ലെങ്കിൽ അവരുടെ ഒക്കെ ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലും അതേ കാര്യം പറയുന്നുണ്ട്. എന്നാൽ ദൈവരാജ്യം കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ട്, സത്യം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നീട് നമ്മൾ മാത്യുവിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും, അല്ലെങ്കിൽ ആ ഒരു തലമുറയോട് പറയുന്ന കാര്യമാണ്. കർത്താവിനെ കുരിശിച്ചു കൊന്നു, അല്ലെങ്കിൽ മറ്റു പ്രവാചകന്മാരെ കുരിശിച്ചു കൊന്നു, അത് പിന്നെ നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. ഈ കാര്യങ്ങളൊക്കെ യെരുശലേമിലെ ആ ഒരു ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ ഒരു ജനറേഷൻ ഓഫ് ജ്യൂസ്, അല്ലെങ്കിൽ ഇസ്രായേലിലെ അന്നത്തെ തലമുറയോടാണ് പറയുന്നത്. അവർ ചെയ്ത തെറ്റുകൾക്കെല്ലാം ജഡ്ജ്മെന്റ് ആ ഒരു തലമുറയിൽ വരും എന്നുള്ളതിന്റെ വാക്യങ്ങളാണ് ക്രിസ്തുവിടെ പറയുന്നത്. അപ്പം കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ ഇതൊക്കെ അന്ന് സംഭവിച്ചിരിക്കാം. കാരണം നമുക്കിത് കാണിക്കാൻ തെളിവുകളില്ല. കർത്താവിന്റെ വചനത്തിൽ വിശ്വസിക്കുക എന്നത് മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. കാരണം
വിക്കിപീഡിയയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്രോതസ്സിൽ നിന്നോ നമുക്ക് ഇത് കണ്ടെത്തണമെങ്കിൽ വളരെ പാടാണ്. കാരണം ഇത്തരം ഡേറ്റാസ് എല്ലാം സാത്താൻ ഹൈഡ് ചെയ്യുന്നു. എങ്കിലും ദൈവപ്രേരിതമായിട്ട് പല തെളിവുകൾ കണ്ടെത്തി പോകുന്നവർക്ക് മാത്രമേ ഇതൊക്കെ കർത്താവിന്റെ വചനം തന്നെയാണ് കറക്റ്റ് എന്ന് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ഇതൊന്നും നടന്നില്ലല്ലോ, അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഡഡ് പീരീഡിലേക്ക് ഇത് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് തോന്നും. കർത്താവും സകല ശിഷ്യന്മാരും ഒരുപോലെ പറഞ്ഞിരുന്നു അന്നത്തത് അന്ത്യകാലമായിരുന്നു എന്ന്. നമുക്ക് വായിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇത് അന്ത്യകാലമല്ലോ, അനേകം കള്ളപ്രവാചകന്മാർ ഇപ്പൊ തന്നെ എഴുന്നേറ്റിരിക്കുന്നു, അങ്ങനെ മുതലായ ഒരുപാട് കാര്യങ്ങൾ പത്രോസും യോഹന്നാനും യാക്കോബും എല്ലാവരും പറയുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് മശിഹായുടെയും അപ്പോസ്തലന്മാരുടെയും വാക്ക് വിശ്വസിക്കുക തന്നെ ചെയ്യാം. അന്ന് തന്നെ രാജ്യം സ്ഥാപിച്ചിരുന്നു, അല്ലെങ്കിൽ കൃപായുഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൃപായുഗം എന്നല്ല, ആ ഒരു ഗ്രേസ് പീരീഡ് എന്ന് രാജ്യങ്ങളിലേക്ക് സുവിശേഷം എത്തിയിരുന്ന ആ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ AD 70 വരെയായിരുന്നു, അല്ലെങ്കിൽ 30 to 70 ആയിരുന്നു. കാരണം പൗൾ വരെ പറയുന്നു സകല രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഭൂമി ആകാശത്തിന് കീഴിലുള്ള സകലത്തിലേക്കും വചനം അറിയിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള രീതിയിൽ, സുവിശേഷം അറിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. യാദൃശികമായിട്ട് എനിക്ക് കിട്ടിയൊരു കട്ടിംഗ് ആയിരുന്നു. ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് AD 68 അല്ലെങ്കിൽ ആ ഒരു സമയത്തിലാണ് പത്മോസിനെ, നീറോയുടെ കാലത്താണ് പത്മോസിലേക്ക് യോഹന്നാനെ നാട് കടത്തപ്പെടുന്നത്. ആ കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ ബുക്ക് എഴുതുന്നത്, അല്ലെങ്കിൽ വെളിപാട് പുസ്തകം എഴുതുന്നത്. 5 രാജാക്കന്മാർ വന്നു, ഒന്നിനിയുണ്ട്. അപ്പം ഈ കാര്യങ്ങളെല്ലാം അന്നത്തെ റോമൻ രാജാക്കന്മാരെ കുറിച്ചും അല്ലെങ്കിൽ അന്നത്തെ കഥകളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ഇനി വെളിപാടിൽ അതിന്റെ തെളിവുകൾ നോക്കിയാൽ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും. അതായത് റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഗോഡ് ഗീവ് ടു ഷോ അൺടു ഹിസ് സർവന്റ്സ് വിച്ച് മസ്റ്റ് ഷോർട്ട്ലി കം ടു പാസ്, ഉടനെ സംഭവിക്കാനുള്ളത്. കൂടാതെ വെളിപാട് 18 തൊട്ട് മാത്യു, ഇതെല്ലാം ഈ വാക്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് ഫസ്റ്റ് സെഞ്ചുറിയിൽ തന്നെ ക്രിസ്തു തന്റെ രാജ്യം സ്ഥാപിച്ചു, അല്ലെങ്കിൽ ആ ഒരു വാഗ്ദത്തിന് വേണ്ടി, അതായത് ഞാൻ പോയിട്ട് നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് ലിറ്ററലായിട്ട് ആ തലമുറയോടാണ്. ആ തലമുറയിലുള്ളവരുടെ വേണ്ടിയുള്ള കാര്യങ്ങളായിരുന്നു അന്ന് പ്രധാനമായിട്ടും പറഞ്ഞത്, അല്ലെങ്കിൽ അന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അന്ന് പറഞ്ഞു കൊടുത്ത പ്രവചനങ്ങളെല്ലാം. വെളിപാട് പുസ്തകം എഴുതുമ്പോൾ രണ്ടാമത്തെ യെരുശലേം ദേവാലയം അവിടെയുണ്ട്. അപ്പം ആ വരാനിരിക്കുന്ന യെരുശലേം ദേവാലയത്തിന് വരാനിരിക്കുന്ന പ്രശ്നത്തെ പറ്റി, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് മാത്യു 24 ഇല്ലെങ്കിൽ അതൊക്കെ പറയുന്നത്. അപ്പം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം വരാനിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു തേർഡ് ടെമ്പിളിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ സാത്താന്റെ തന്നെ ഡിസെപ്ഷൻസ് ആയിരിക്കാം. കാരണം അന്ന് ഇതൊക്കെ സംഭവിച്ചു. അപ്പൊ ഇതെല്ലാം അന്ന് സംഭവിച്ചുവെങ്കിൽ നമ്മൾ കർത്താവിൽ നിന്ന്, അല്ലെങ്കിൽ വചനത്തെ തെറ്റായിട്ട്, അല്ലെങ്കിൽ കർത്താവ് അന്ന് വന്നില്ല എന്ന് വരുത്തി തീർക്കാൻ സാത്താൻ കാണിക്കുന്ന പലതരം പ്രൂഫുകളിൽ ഒന്നാവാം ഇന്നത്തെ പല ആർഗ്യുമെന്റ്സും അല്ലെങ്കിൽ ന്യൂസസും ഒക്കെ. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും എന്നൊരു വാക്യമുണ്ട്. അപ്പൊ നമുക്കറിയാം പൗലോസിന്റെ കൊളോസ്യർ ലേഖനം വായിച്ചാൽ 1:23 വായിച്ചാൽ ഈ സുവിശേഷം ആകാശത്തിന് കീഴെ എല്ലാ സൃഷ്ടികളോടും പറഞ്ഞു, അല്ലെങ്കിൽ പറയപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ആ തലമുറയിൽ തന്നെ അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുത്ത് വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല. അതായത് ദിസ് ജനറേഷൻ എന്ന് ലിറ്ററലായിട്ട് കർത്താവ് പറഞ്ഞതാണ്. അപ്പൊ അതൊരു കാലങ്ങൾക്ക് ശേഷം എന്ന് നടക്കേണ്ട കാര്യത്തെ ദിസ് ജനറേഷൻ എന്ന് പറയാൻ പറ്റില്ല. ഇല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടായ പല ഡിസെപ്ഷൻസ്, മതങ്ങളുണ്ട്, അല്ലെങ്കിൽ കള്ളപ്രവാചകന്മാർ, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും കൊണ്ട് ഈ കാര്യം അന്ന് സംഭവിച്ചില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മശിഹായും അപ്പോസ്തലന്മാരും ഒരുപോലെ പറഞ്ഞ കാര്യമാണ് ആ തലമുറയിൽ, അല്ലെങ്കിൽ പ്രവാചകന്മാരെ കൊന്ന ആ തലമുറയിൽ തന്റെ രണ്ടാം വരവും, അത് മഹാപുരോഹിതനോട് വരെ കർത്താവ് പറയുന്നുണ്ട്, അതൊക്കെ കാണും എന്നുള്ളത്. മർക്കോസ് എഴുതിയ സുവിശേഷത്തിലും ഇതേ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ അടുക്കെ വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇതെല്ലാം ആ തലമുറയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ തലമുറയോട് പറഞ്ഞ കാര്യങ്ങളാണ്. ലൂക്കോസ് 21 നമുക്ക് ഇതേ കാര്യം കാണാൻ പറ്റും. അതായത് ആ രണ്ടാമത്തെ ടെമ്പിൾ മുമ്പ് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ വെളിപാടും സുവിശേഷങ്ങളും രണ്ടാമത്തെ യെരുശലേം ദേവാലയം നിൽക്കുന്ന കാലഘട്ടത്തിൽ പറഞ്ഞതുകൊണ്ട് തന്നെ അതെല്ലാം, ആ പ്രവചനമെല്ലാം ആ കാലഘട്ടത്തിൽ തന്നെ നിവൃത്തിയായി നമുക്ക് മനസ്സിലാക്കാം. ലൂക്കോസും ഇത് തന്നെ പറയുന്നുണ്ട്, സകലവും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല എന്നുള്ള കാര്യം. അത് വെറുതെ പറയല്ല, എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. ട്രൂലി എന്ന് പറഞ്ഞിട്ട് പോലും നമ്മളത് സംഭവിച്ചില്ല എന്ന് വിശ്വസിക്കത്തക്ക രീതിയിൽ സാത്താൻ നമുക്ക് ഫോൾസ് പ്രൂഫുകൾ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് തന്റെ വാക്ക് പാലിച്ചില്ല എന്ന് പോലും പലരും വിശ്വസിക്കുന്നത്. അന്ന് തന്നെ കർത്താവ് തന്റെ രാജ്യം സ്ഥാപിക്കാൻ, അല്ലെങ്കിൽ ആ തലമുറയിൽ തന്നെ കർത്താവ് തന്റെ രാജ്യം സ്ഥാപിക്കാൻ വന്നിട്ടുണ്ട്. അന്നത്തെ മഹാപുരോഹിതനോട് കർത്താവ് പറയുന്നതാണ്, അതായത് മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും ആകാശം മേഘങ്ങളോട് വരുന്നതും നിങ്ങൾ കാണും എന്ന് പറയുന്നു. കാരണം അതായത് അത്രയും വലിയ പ്രൂഫ്, ഇത് നിന്റെ അടയാളം എന്ത്, ദൈവത്തിനാണെങ്കിൽ അടയാളം കാണിക്കുക എന്നൊക്കെ പറഞ്ഞവരാണ് ഈ മഹാപുരോഹിതനും, ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ. അവരോട് പറയാണ്, നിങ്ങൾ തന്നെ ഇതൊക്കെ കാണുമെന്ന് പറയാണ്. അതൊക്കെ ആ തലമുറയിൽ നടക്കുന്ന കാര്യമായോണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നമുക്കത് മനസ്സിലാക്കാം. അവിടെ ശിഷ്യന്മാർ അപ്പോസ്തല പ്രവൃത്തിയിൽ ചോദിക്കുന്നുണ്ട്, ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പൊ അവിടെ ക്ലിയർ ആയിട്ട് ഉത്തരം പറയുന്നില്ലെങ്കിൽ പോലും നമുക്ക് ഒരു ഹിന്റുകളുണ്ട്. അതായത് എല്ലായിടത്തും നിങ്ങൾ എന്റെ സാക്ഷികളാകും എന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്കറിയാം രാജ്യത്തിന്റെ സുവിശേഷം എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ എത്തപ്പെടുമ്പോൾ അപ്പോൾ അവസാനം വരുമെന്ന് മാത്യു 24 പറയുന്നത് നമുക്കറിയാം. റോമൻസ് 1 വായിച്ചാൽ നിങ്ങളുടെ വിശ്വാസം ഭൂമിയിൽ എല്ലായിടത്തും പ്രകീർത്തിക്കപ്പെടുന്നില്ല. അതായത് റോമക്കാരുടെ വിശ്വാസം ഭൂമിയിൽ എല്ലായിടത്തും എത്തി എന്നുള്ള ഒരു സാക്ഷ്യം കൂടിയാണത്. കൂടാതെ കൊളോസ്യർ 1:21 വായിച്ചാൽ ആകാശത്തിന് താഴെ എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം യോഹന്നാൻ സ്നാപകൻ സുവിശേഷം തുടങ്ങുന്നത് തന്നെ പറയുന്നത് സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം AD 70 തന്നെ കിങ്ഡം സ്ഥാപിക്കുമെന്ന് കർത്താവും ധാരാളം എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതിലേക്ക് ജാതികളിൽ നിന്നും, അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്നും എല്ലാം ആൾക്കാരുടെ ഇടയിൽ ഇത് സുവിശേഷം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എത്തിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് പൗലോസ് തന്നെ നൽകുന്ന സാക്ഷ്യം.
ചിലരെങ്കിലും പറയും, അതായത് കൃപായുഗത്തിന് ഇത്രയും, അല്ലെങ്കിൽ ആ ഒരു ഗ്രേസ് പീരീഡിന് ഇത്രയും ഒരു ലെങ്ത് ഉണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ നമ്മൾ പൗലോസാണ് ഇതിനെപ്പറ്റി പറഞ്ഞത്, അല്ലെങ്കിൽ ആ മർമ്മം കൊണ്ടുവന്നത് തന്നെ പൗലോസാണ്. പൗലോസ് തന്നെ പറയുകയാണ്, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിച്ചിരിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയല്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്തിൽ നിങ്ങളോട് പറയുന്നത്. അതായത് ആ കൂട്ടത്തിൽ തന്നെ, ആ ഗ്രൂപ്പിൽ തന്നെ ചിലർ കർത്താവിന്റെ വരവ് വിറ്റ്നസ് ചെയ്യുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് പൗലോസ് അവിടെ ചെയ്യുന്നത്. പിന്നീട് പറയുന്നുണ്ട്, പിന്നെ ജീവനോട് ശേഷിച്ചിരിക്കുന്ന നാം അവരോടുകൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എല്ലായ്പ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്, ആ ഒരു തലമുറയോട്, അല്ലെങ്കിൽ കർത്താവ് ആദിമസഭയിലെ വിശ്വാസികളോട് തന്റെ ശിഷ്യന്മാർ മുഖാന്തരം ഒക്കെ പറഞ്ഞത് ആ തലമുറയിൽ തന്നെ വരുമെന്നാണ്. ഇനി വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഇതെപ്പോഴാണ് സംഭവിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട, ആ സമയം നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് പൗലോസ് പറയുന്നത്. കൂടാതെ ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കുക. ആ തലമുറയോട് പറയുന്ന കാര്യമാണ് ഇതൊക്കെ. 2 തെസ്സലോനിക്കർ 1 വായിച്ചാൽ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ അനുഭവിക്കുന്നവർക്ക് നിങ്ങളോട് കൂടുതൽ ആശ്വാസവും പകർന്നു നൽകുന്നത് ദൈവസന്നിധിയിൽ നിന്നല്ലോ. അപ്പൊ ഇതൊക്കെ ആ ഒരു ജഡ്ജ്മെന്റ്, അല്ലെങ്കിൽ AD 70 നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. എന്നാൽ ഫൈനൽ ജഡ്ജ്മെന്റ് നടക്കുന്നത് 7000 വർഷത്തിന്റെ അവസാനം ആണ്. ഇത് നമുക്ക് വെളിപാട് പുസ്തകം 20 വായിക്കുമ്പോൾ മനസ്സിലാവും. ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് എന്ന് പറയും. യോഹന്നാനും തന്റെ ലേഖനങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഇത് അന്ത്യനാഴികയാവുന്നു, അല്ലെങ്കിൽ ആ ഒരു സമയം എൻഡ് ടൈംസ് ആവുന്നു, രാജ്യത്തിന് മുമ്പുള്ള ആ ഒരു എറയുടെ അവസാനമാകുന്നു നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ അനേകം എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുന്നു, ഇത് അന്ത്യനാഴികയാവുന്നു നമുക്കറിയാം. ഒരുപാട് ആന്റി ക്രൈസ്റ്റ്, ഇല്ലെങ്കിൽ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതിന് പല കാര്യങ്ങളും വന്ന് ഉണ്ടായി. അപ്പൊ നമുക്ക് അവർ നമ്മളിൽ നിന്നിടയിൽ നിന്ന് തന്നെ പുറപ്പെട്ടുവെങ്കിൽ, അതായത് ഇസ്രായേലിൽ നിന്ന് തന്നെ ഭാഗമായിട്ട് ആന്റി ക്രൈസ്റ്റുകൾ ഒരുപാട് ഉണ്ടായിരുന്നു എന്നാണ് യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിനൊക്കെ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ അന്ന് നടന്ന, അല്ലെങ്കിൽ അന്ന് സംഭവിക്കേണ്ട കാര്യങ്ങളായിരുന്നു അന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാർ മുഖാന്തരം, അല്ലെങ്കിൽ സുവിശേഷങ്ങളിൽ കൂടി പറഞ്ഞത്. പത്രോസും പൗലോസും ഒക്കെ തങ്ങളുടെ ലേഖനങ്ങളിൽ അവർക്ക് അതായത് കർത്താവിന്റെ വരവിനെ കുറിച്ചിട്ടുള്ള ഒരു സന്തോഷം പകരുകയാണ്. അപ്പം കാലം ചുരുങ്ങിയിരിക്കുന്നു എന്നൊക്കെയാണ് പൗലോസ് അതിൽ പറയുന്നത്. ഇതിനകത്ത് ഈ വയലറ്റ് കളറിൽ ഞാൻ എഴുതിയിരിക്കുന്നത് 7000 വർഷത്തിന്റെ അവസാനം പുതിയ ആകാശം പുതിയ ഭൂമി വരുന്നതിന് മുമ്പുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അന്നേരം മാത്രമുള്ള കാര്യമാണ്. അപ്പം ഈ ബോൾഡ് കളറിൽ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കറുത്ത ബോൾഡിൽ കൊടുത്തിരിക്കുന്നത് AD 70 അന്ന് സംഭവിച്ച, അല്ലെങ്കിൽ അന്നത്തെ കാര്യത്തെക്കുറിച്ചുള്ള വാക്യങ്ങളാണ്. ചർച്ച എന്ന് പറയുന്ന മിസ്റ്ററി പൗലോസിൽ കൂടിയാണ് ജാതികളിലേക്ക് എത്തുന്നത്. പൗലോസ് തന്നെയാണ് പറയുന്നത് യുഗാവസാനം വന്നെത്തിയിരിക്കുന്നത്, അതായത് ആ തലമുറയിലാണ്, ആ ഒരു സമയമാണ് അന്ത്യകാലം എന്ന് പൗലോസും പത്രോസും എല്ലാവരും ഒരുപോലെ പറയുന്നു, മശിഹായും പറയുന്നു. തീർച്ചയായിട്ടും ആ വാക്യങ്ങൾ വിശ്വസിക്കുക തന്നെയാണ് നമുക്കുള്ള ഏകമാർഗം. കാരണം സാത്താൻ ഒരുപാട് ഡിസെപ്ഷൻസ് ചെയ്യുമ്പോൾ കർത്താവിന്റെ വചനങ്ങൾ വിശ്വസിക്കുക അല്ലാതെ അത് എന്ന് നടന്നു എന്നുള്ളതിൽ ഇന്നത്തെ ഡോക്ടറിൻസ് വിശ്വസിക്കുന്നതിനേക്കാൾ കർത്താവ് പറഞ്ഞത് സംഭവിച്ചു എന്ന് വിശ്വസിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പീറ്ററിൽ ഒന്നുകൂടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ എന്നുള്ളത്. കൂടാതെ തീമോത്തിയിൽ വായിച്ചാൽ ഒരു ഫൈനൽ ജഡ്ജ്മെന്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും, അത് 7000 വർഷത്തിന്റെ അവസാനം, അതായത് മില്ലിയൻ കിങ്ഡം കഴിഞ്ഞ് സാത്താന്റെ ലിറ്റിൽ സീസൺ കഴിഞ്ഞിട്ടാണ് ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പറയുന്ന ന്യായവിധി ഉള്ളത്, അന്ത്യന്യായവിധി. പിന്നെ കൂടാതെ ഈ പല കിരീടങ്ങൾ, അതായത് AD 70 തന്നെ ഓരോ വിശ്വാസികൾക്കും അവരവരുടെ പ്രവൃത്തികൾക്കും, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കിരീടങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും ആദിമസഭയിൽ തന്നെ ഉള്ളവരിൽ. എബ്രായർ എഴുതിയ പുസ്തകം 10-ാം അധ്യായം വായിച്ചാൽ, പ്രത്യാശയുടെ സ്വീകാര്യത മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. അതായത് ദൈവം പ്രോമിസ് കൊടുത്ത, അല്ലെങ്കിൽ അവൻ വാഗ്ദത്തം പറഞ്ഞൊരു കാര്യമാണ് ഉടനെ വരും എന്നുള്ളത്. അത് തീർച്ചയായിട്ടും ആ തലമുറയിൽ സംഭവിക്കും എന്നുള്ളത് പൗലോസ് പല രീതിയിലാണ് പറയുന്നത്. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാണ്, അതായത് വിശ്വാസം വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ അന്യോന്യം നല്ല സൽപ്രവൃത്തികൾ ചെയ്യാനും, ഇതൊക്കെയാണ് കർത്താവ് പൗലോസിൽ കൂടി എന്ന് പറയുന്നത്. കാരണം കർത്താവിന്റെ വരവ് ആ തലമുറയിൽ ഉണ്ടായി എന്നുള്ളതിനാണ്. കൂടാതെ അത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവർ വരും, താമസിക്കുകയുമില്ല എന്നാണ് അവിടെ പറയുന്നത്. അതായത് ആ തലമുറയിലുള്ള വരവിനെ കുറിച്ച് പൗലോസ് പിന്നെയും പറയുകയാണ് ഈ പുസ്തകങ്ങളിൽ കൂടിയൊക്കെ. കൂടാതെ വെളിപ്പാട് പുസ്തകം തുടങ്ങുന്നതും, അല്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം പറയുന്ന വേഗത്തിൽ സംഭവിക്കാനുള്ളത്, അതോടൊപ്പം തന്നെ ഇതാ സമയം അടുത്തിരിക്കുന്നു, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഇതെല്ലാം കർത്താവ് AD 70 മുമ്പ് യോഹന്നാനും വെളിപാട് കൊടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ആ തലമുറയിൽ തന്നെ നടന്ന കാര്യങ്ങളാണ്. അതായത് ഉടൻ വരുന്നു എന്ന് പറഞ്ഞിട്ട്, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ആത്മാവിനെ പകരാമെന്ന് ദൈവം പറഞ്ഞതിന് ശേഷം 10 ദിവസത്തിനകം പെന്തിക്കോസ്തയിൽ ആത്മാവിനെ കൊടുക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും സൂൺ എന്നുള്ളതിന് ഉടനെ എന്ന് തന്നെയാണ് അർത്ഥം. എബ്രായർ പുസ്തകം വായിച്ചാൽ വരുവാനുള്ളത് അത്രയും നാം അന്വേഷിക്കുന്നത്, അതായത് ഒരു അടുത്തുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ യാക്കോബിന്റെ ലേഖനത്തിൽ കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പിൻ. ഇതൊന്നും ഒരു ഫ്യൂച്ചർ ഇവന്റ് അല്ല, ഇതെല്ലാം അന്ന് സംഭവിച്ച, അല്ലെങ്കിൽ AD ഒരു 60 മുമ്പ് എഴുതപ്പെട്ട പുസ്തകങ്ങളാണ്. അപ്പം കർത്താവിന്റെ പ്രത്യക്ഷത ദീർഘക്ഷമയോടെ ഇരിപ്പിൻ. കർത്താവ് കൊടുത്ത വാഗ്ദത്തം അവരെല്ലാം വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അന്ന് തന്നെ സംഭവിച്ചു എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇതൊക്കെ. ഇതാ ന്യായാധിപതി വാതിക്കൽ നിൽക്കുന്നത്. അതായത് നമുക്ക് ഒരുപാട് വാക്യങ്ങൾ കണ്ടെത്താൻ പറ്റും AD 70 കർത്താവിന്റെ വരവുണ്ടായി എന്നുള്ളത്. കാരണം ഇതെല്ലാം നമുക്ക് വിശ്വസിക്കുകയാണ്, അതായത് കാണാതെ വിശ്വസിക്കുന്നവരാണല്ലോ ഭാഗ്യവാന്മാർ. അപ്പൊ കർത്താവ് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എക്സ്റ്റൻഡഡ് പീരീഡിന് ശേഷമല്ല, അത് ആ തലമുറയിൽ തന്നെ സംഭവിക്കുന്നുള്ളത്. പൗലോസ് ഉൾപ്പെടെ, അതായത് ജാതികളുടെ സുവിശേഷം എന്നാണ്, അതോടൊപ്പം തന്നെ ഒരു മർമ്മം വെളിപ്പെടുത്തിയത്, അല്ലെങ്കിൽ സഭ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ മർമ്മം വെളിപ്പെടുത്തിയ പൗലോസ് ഉൾപ്പെടെ പറയുന്നതാണ് ന്യായാധിപതി, അല്ലെങ്കിൽ അത് അന്ത്യകാലമാകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം തീർച്ചയായിട്ടും നമുക്കത് വിശ്വസിക്കുക തന്നെ ചെയ്യണം. വെളിപാട് 22 നോക്കിയാൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ, അതോടൊപ്പം തന്നെ വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ താൻ ദൂതനയച്ചു. പിന്നെ ഇത് സമയം അടുത്തിരിക്കാൻ ഈ പുസ്തകം മുദ്രയിടരുത്. എന്നാൽ നമ്മൾ ദാനിയേൽ പുസ്തകം വായിക്കുമ്പോൾ മുദ്രയിടാൻ പറയുന്നുണ്ട്, കാരണം അന്ത്യകാലത്തേക്കുള്ളതാണെന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും മനസ്സിലാക്കാം, അതായത് സ്റ്റാർട്ട് എൻഡുമാണ്. ദാനിയേൽ സ്റ്റാർട്ടാണ്,
വെളിപാട് പുസ്തകം എന്താണ്. അപ്പൊ ഇതിനിടയ്ക്കുള്ള കാലഘട്ടമാണ് ആ ഒരു 490 years, അല്ലെങ്കിൽ ഡാനിയലിന്റെ 70 weeks പ്രോഫസി എന്ന് പറയുന്നത്. അപ്പൊ സമയം എടുത്തിരിക്കാൻ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുതെന്ന് പറയുന്നത് അന്നാണ്, അല്ലെങ്കിൽ അന്ത്യകാലം അതായതുകൊണ്ടാണ്, ആൾക്കാർ അത് മനസ്സിലാക്കാനായിട്ട് വരും എന്നുള്ളത് കൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഇതാ അപ്പൊ അവസാന വാക്യം നോക്കിയാൽ ഇത് സാക്ഷീകരിക്കുന്നു, അതെ ഞാൻ വേഗം വരുന്നു, ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. അവൻ കർത്താവായ യേശുവേ വേഗം വരണമേ, അല്ലെങ്കിൽ വരണമേ. അപ്പം ഞാൻ വേഗം വരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ തലമുറയിൽ കാണേണ്ട അല്ലെങ്കിൽ നടന്ന കാര്യങ്ങളാണ് അതൊക്കെ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ, അതൊക്കെ അപ്പോഴത്തെ കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഉൾപ്രാവണവും 1,44,000 പേരുടെ ഒരു റൈസും, ഇതെല്ലാം ആ തലമുറ അല്ലെങ്കിൽ AD 70 മുമ്പ് ആ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. വെളിപാട് പുസ്തകം 1-ാം അധ്യായം തൊട്ട് ഒരു 19-ാം അധ്യായം വരെയുള്ള കാര്യങ്ങളെല്ലാം AD 70 ശേഷമാണ്. കാരണം അവിടെ തൊട്ട് 19-ാം അധ്യായത്തിന് ശേഷമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് രാജ്യം സ്ഥാപിക്കുന്നതും അല്ലെങ്കിൽ 1000 വർഷത്തേക്ക് ദൈവം ഭരിക്കുന്നതും മില്ലിനിയൽ കിങ്ഡം ഒക്കെ കാണാൻ പറ്റുന്നത്. അതിന്റെ എൻഡിലാണ് സാത്താന്റെ ലിറ്റിൽ സീസൺ. കൂടാതെ യോഹന്നാൻ 14 നമുക്കറിയാം, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഇതാ ഞാൻ പോയി സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ ഇരിക്കുന്നിടത്തേക്ക് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് ഞാൻ നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പം ഇതെല്ലാം അന്ന് കർത്താവ് ആ ഒരു ജനറേഷനിലെ സയൻസിനോട് വിശുദ്ധന്മാരോട് തന്നെ ഫോളോ ചെയ്തവരോട് പറയുന്ന കാര്യമാണ്. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ലിറ്റിൽ സീസണിന് ശേഷം ന്യായവിധി, ഫൈനൽ ന്യായവിധിയെ കുറിച്ചുള്ള വാക്യങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 24 പറയും, നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനം ഉണ്ടാകും. ഇത് ദാനിയേലിന്റെ വചനവുമായിട്ട് കോറിലേറ്റഡ് ആണ്. കൂടാതെ മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരും ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന് സിംഹാസനത്തിലിരിക്കും. അവൻ സകല ജാതികളെ അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയും ചെമ്മരിയാടുകളെയും കൂടാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ തന്റെ അടുത്ത് നിർത്തും. അപ്പൊ നമുക്ക് മനസ്സിലാവും അവിടെ എന്താണ് ഒരു ജഡ്ജ്മെന്റ്, ഫൈനൽ ജഡ്ജ്മെന്റിനെ കുറിച്ചിട്ടുള്ള വാക്യാണിത്. ന്യായവിധി സമയത്ത് ദൈവത്തിലുള്ള വിശ്വാസവും അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളും ഒക്കെ ദൈവം കണക്കിടും. എങ്കിലും നമുക്ക് അറിയാം, കർത്താവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും എന്നുള്ളത്. അപ്പം വിശ്വാസത്തിന് അവിടെ പ്രാധാന്യമുണ്ട്. പിന്നെ കൂടാതെ ജഡ്ജ്മെന്റ് സമയത്ത് ഈ പ്രവൃത്തികളെയും കണക്കിടുമെന്നുള്ളതാണ് നമുക്ക് ഈ സുവിശേഷം വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്. പത്രോസിലും അതേ കാര്യം പറയുന്നുണ്ട്, ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെ ന്യായവിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവർക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പം ഇതെല്ലാം ആ ഒരു ജഡ്ജ്മെന്റിനെ കുറിച്ചിട്ടുള്ള വാക്യങ്ങളാണ്. അപ്പൊ ഇനി എത്തതെന്ന് പറഞ്ഞാൽ, അന്ന് വെള്ളം കൊണ്ടായിരുന്നു ദൈവം ന്യായം വിധിച്ചെങ്കിൽ ഇനി തീ കൊണ്ടുള്ള ന്യായവിധിയാണ്. ആകാശത്തെയും ഭൂമിയും ആകാശത്തെയും ഭൂമിയെ മാറ്റി പുതിയ ആകാശം പുതിയ ഭൂമി വരുന്നതിന് മുമ്പാണ് തീ കൊണ്ടുള്ള ന്യായവിധി. അപ്പം അന്ന് മൂലപദാർത്ഥങ്ങൾ ഒരുക്കി പോകും. അപ്പം ഇത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ജഡ്ജ്മെന്റിനായിട്ട് ദൈവം വരുമ്പോൾ ഉള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതൊക്കെ ഈ വാക്യങ്ങളൊക്കെ ആകാശവും ഭൂമിയും മാറിപ്പോകുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ 7000 വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെയൊക്കെ പറയുന്നത്. ഇനി ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാം. അതായത് AD 70 കർത്താവ് വന്ന് ലോകത്തിന്റെ പല ഭാഗത്തുള്ള തന്റെ വിശ്വാസികളെ റാപ്ചർ അല്ലെങ്കിൽ കൊണ്ടുപോയി റാപ്ചർ ചെയ്തുകൊണ്ട് പോകുന്നത് യഥാർത്ഥത്തിൽ ഉത്തരധ്രുവം അല്ലെങ്കിൽ നോർത്ത് പോളിലേക്കാണ്. അതിന്റെ കാരണം, ഞാൻ വിശ്വസിക്കുന്നതിന്റെ കാരണം, ഭൂമിയുടെ മധ്യേ വസിക്കുന്ന എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾക്ക് ഇസ്രായേലിനെ യഥാർത്ഥ ഒരു തേനും പാലും ഒഴുകുന്ന ഒരു മിററും ഉണ്ട്, ഒരു ഒറിജിനും ഉണ്ട്. അതായത് ദൈവം എപ്പോഴും ഒരു ഷാഡോ കാണിക്കുമെന്ന് നമുക്കറിയാം, വരുവാനുള്ളതിന്റെ ഒരു ഷാഡോ ആയിട്ട്. അപ്പം ഇന്നത്തെ ഇസ്രായേലിനേക്കാൾ അല്ലെങ്കിൽ ഇവിടെ എടുത്തുകൊണ്ട് പോകുന്ന വിശ്വാസികളെ ഒരു യഥാർത്ഥ സിയോൻ പർവ്വതമുള്ള ഒരു ഇസ്രായേലിലേക്ക്, അതായത് ഒരു ഷാഡോയും ഒരു റിയൽ ഇമേജുമാണ്. അപ്പം അങ്ങോട്ടേക്കാണ് കൊണ്ടുവന്നത്. കാരണം കൂടാതെ നമുക്കിത് വായിച്ചാൽ മനസ്സിലാവും, നിർഭയം വസിക്കുന്ന എന്നുള്ള വാക്ക് കാണും. അതായത് ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും, വാളി നൊഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഇവിടെ വന്നു ചേരും. അതായത് പല ജാതികളിൽ നിന്ന് റാപ്ചർ ചെയ്യപ്പെട്ടതെന്നുള്ള അർത്ഥം കൂടി ഉണ്ട്. അപ്പം ഒരു നിരന്തര ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും. അതായത് ഇന്നത്തെ ലിറ്ററൽ ഇസ്രായേൽ അങ്ങനെയല്ല എന്ന് നമുക്കറിയാം. കാരണം അവരുടെ ചുറ്റും സൈന്യങ്ങളും ഇല്ലെങ്കിൽ പ്രശ്നങ്ങളും ഒക്കെയാണ്. അപ്പൊ നിർഭയമായി വസിക്കുന്ന ഒരു ഇസ്രായേലിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പം എസ്കേൽ 38, 39 2 യുദ്ധങ്ങളെ പറ്റിയാണ് പറയുന്നത്. 39 എന്ന് പറയുന്നത് അന്ന് ആദ്യമായിട്ട് തന്റെ വിശുദ്ധന്മാരെ എല്ലാം കൂടെ കൊണ്ടുപോയി അല്ലെങ്കിൽ നോർത്ത് പോളിലേക്ക് പോയപ്പോൾ ഈ ജാതികളെല്ലാം കൂടെ അതിനെതിരെ യുദ്ധത്തിന് വരുന്നതാണ്. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് ലിറ്റിൽ സീസൺ സമയത്തും സാത്താൻ സകല ജാതികളെയും ചേർത്ത് ഇതുപോലെ തന്നെ വീണ്ടും ഉത്തരധ്രുവത്തിന് അല്ലെങ്കിൽ നോർത്ത് പോളിലേക്ക്, ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതം ഇരിക്കുന്ന ആ ഒരു പർവ്വതത്തിലേക്ക് അല്ലെങ്കിൽ അതിനെതിരെ യുദ്ധത്തിന് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ പിന്നെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ മതിലില്ലാത്ത ഗ്രാമങ്ങൾ ഇല്ലെങ്കിൽ ഇതെല്ലാം, അല്ലെങ്കിൽ ആൾക്കാർ അവിടെ പീസ്ഫുൾ ആയിട്ട് വസിക്കുന്ന എല്ലായിടത്തും നിന്ന് കളക്ട് ചെയ്ത ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇതെന്തായാലും ഇന്നത്തെ ഇസ്രായേൽ അല്ല എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. AD 70 ഇതൊക്കെ സംഭവിക്കുമ്പോൾ ജോസഫ് ഹിസ്റ്റോറിയൻസ് ആണ്, അതായത് കർത്താവിന്റെ കുരിശുമരണം വ്യക്തമായിട്ട് പറഞ്ഞിരുന്ന ഹിസ്റ്റോറിയൻസിന്റെ ബുക്കാണ് ഇതൊക്കെ. ആ ബുക്കിനകത്തുള്ള റെഫറൻസുകളാണ് ഇതൊക്കെ. ആ റെഫറൻസുകൾ വായിച്ചാൽ AD 51, 52 ഈ സമയത്തൊക്കെ ഭൂമിയൊലുക്കം, ആകാശത്തിൽ പല അടയാളങ്ങൾ ഒക്കെ ഉണ്ടായതായിട്ട് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഗ്രേറ്റ് ഫയർ ഓഫ് റോം ഉണ്ടായി, ലൈറ്റ് ഷൈൻസ് ഓൺ ദ ടെമ്പിൾ, അതായത് ദൈവത്തിന്റെ തേജസ് ആലയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതൊക്കെ ഈ ബുക്ക് ഓഫ് വാർസ് എന്ന് പറഞ്ഞ ഹിസ്റ്റോറിക് ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്. ആകാശത്തിൽ ഒരു നക്ഷത്രം വാളിന്റെ ഷേപ്പിൽ നിന്ന്, അതായത് ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ അടുത്ത് അടയാളം ചോദിക്കുന്നുണ്ട്. ക്രിസ്തു തന്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് ഈ പല അടയാളങ്ങളും ആകാശത്ത് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് 2 എക്ലിപ്സ് ഒരുമിച്ചുണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും അന്നവയെ കണ്ടു. 2 സൂര്യനെ കണ്ടു, അങ്ങനെ പല കാര്യങ്ങളും അവർ അന്ന് വിറ്റ്നസ് ചെയ്തു എന്നുള്ളത് അന്നത്തെ ഹിസ്റ്റോറിയൻസ് അവരുടെ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതെല്ലാം അന്നത്തെ തെളിവുകൾ കൊടുത്തിരിക്കുകയാണ്. അതെല്ലാം റിയൽ ഹിസ്റ്റോറി ബുക്സ് ആണ്. ഇതിനകത്ത് തന്നെ ക്രിസ്തുവിന്റെ കുരിശുമരണം പറഞ്ഞിരിക്കുന്ന എക്സ്ട്രാ ബിബ്ലിക്കൽ ആയിട്ടുള്ള ബുക്കാണ് ഈ ജോസഫസിന്റെ ബുക്കൊക്കെ. അപ്പം അതിനകത്ത് നമുക്ക് വായിച്ചാൽ അന്ന് AD 70 അല്ലെങ്കിൽ
AD 70 ദാനിയേലിന്റെ 70 വീക്ക് ഫുൾഫിൽ ആയി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. AD 70 തന്നെ കർത്താവിന്റെ വരവ് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. കാരണം നമുക്ക് സാത്താൻ ഉണ്ടാക്കിയ തെളിവുകളേക്കാൾ കർത്താവിന്റെ വാക്കിൽ വിശ്വസിക്കാനേ മാർഗമുള്ളൂ. അപ്പം നമ്മൾ ഇത്രയും കാലം വിചാരിച്ചു വെച്ചിരുന്നത് നമ്മൾ മില്ലിയൻ കിങ്ഡത്തിന് മുമ്പാണെന്നുള്ളതാണ്. പക്ഷെ നമ്മളിപ്പോൾ സാത്താന്റെ ലിറ്റിൽ സീസണിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു എൻ പാർട്ടിലേക്ക് പോവുകയാണ്. എപ്പോഴാണ് ഇത് എൻഡ് ചെയ്യുന്നത് നമുക്ക് അറിയാം. കൂടാതെ ഇനി ന്യൂ ജെറുസലേം ജഡ്ജ്മെന്റിന് ശേഷം പുതിയ ആകാശം പുതിയ ഭൂമി പുതിയ യെരൂശലേം ഭൂമിയിലേക്ക് വരും, അല്ലെങ്കിൽ ഇവിടെ എല്ലാം പുതിയതാക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് വെളിപാട് 21-22 പറയുന്നത്. അപ്പൊ നമ്മൾ അന്ന് കാലത്ത് അല്ലെങ്കിൽ അന്ത്യകാലത്ത് പത്രോസ് പറഞ്ഞ അവരുടെ തലമുറയോട് പറഞ്ഞ കാര്യങ്ങൾ പോലും നമ്മൾ പറയുകയാണ് അന്ന് സംഭവിച്ചിട്ടില്ല, ഇനിയാണ് സംഭവിക്കാനുള്ളത്. അപ്പൊ നമ്മളെപ്പോഴും കർത്താവിന്റെ വചനത്തിൽ അല്ലെങ്കിൽ ശിഷ്യന്മാർ കർത്താവിൽ നിന്ന് കിട്ടിയ വചനത്തിന് തന്നെ പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ അതെല്ലാം ആ തലമുറയിൽ തന്നെ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത്രയും പേര് ഉടനെ വരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്ന് സംഭവിച്ചില്ല. പൗലോസ് ഉൾപ്പെടെ പറയുകയാണ് അത് അന്ത്യകാലമാണെന്നുള്ളത്. നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം ആ തലമുറയിൽ തന്നെ സംഭവിച്ചു എന്നുള്ളത്. പിന്നെ അതിനു മുമ്പ്, അതായത് മില്ലിയൻ കിങ്ഡത്തിലെ ലോകത്തിന്റെ പല ഭാഗത്തും പല ആർക്കിടെക്ചറുകൾ അല്ലെങ്കിൽ വിസ്മയങ്ങളായിട്ടുള്ള പല ക്രിയേഷൻസും ഉണ്ടാകും. ഇതെല്ലാം 1-2 വേൾഡ് വാർ കൂടി അല്ലെങ്കിൽ റീസെറ്റ് 18th സെഞ്ചുറിയിലെ മഡ് ഫ്ലഡ് ഫ്ലോ അങ്ങനെ കുറെ റീസെറ്റുകൾ നടന്നിട്ട് തകർത്ത് കളഞ്ഞു. ഇപ്പൊ നമുക്ക് കേരളത്തിൽ പോലും അറിയാം ഒറിജിനൽ ബൈബിളിന്റെ കോപ്പികളെല്ലാം ഈ ബ്രിട്ടീഷ് ലൈബ്രറിയിലേക്കും അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ എടുത്തുകൊണ്ട് പോയി. കൂടാതെ ഇവിടെ ഉണ്ടായിരുന്ന യഥാർത്ഥ സുറിയാനി വിശ്വാസികളുടെ ബുക്കുകൾ കത്തിച്ചു കളഞ്ഞു, കടലിൽ മുക്കി. അപ്പൊ പല വിഷയങ്ങൾ അല്ലെങ്കിൽ കൂനെക്കുറിച്ച് സത്യം അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പുറത്തുനിന്ന് വന്നിട്ട് ഇവിടുത്തെ അതാത് നാടുകളിലുള്ള കൾച്ചറുകളെ ഇവിടെ ഉണ്ടായിരുന്ന അറിവുകളൊക്കെ അവർ നശിപ്പിക്കുകയായിരുന്നു പലപ്പോഴും ചെയ്തിരുന്നത്. And that is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching and I hope to see you all soon.